ഹായ് ഗൈസ് പറ. വഴുക്കും വഴുക്കും സ്വത്ത് വഴുക്കില്ല അപ്പോൾ. ഓ കുഴിയാ എവിടെ? അപ്പം നമ്മൾ ആദ്യം അപ്പുവാണ് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പു രണ്ടാമത് ഓടിപ്പോയി ഫോൺ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. എനിക്ക് ഓടാൻ വയ്യ. അപ്പോൾ ഓടിപ്പോയി വീട്ടിൽ പോയി ഫോൺ എടുത്തിട്ട് വന്നതാണ്. നമ്മളുടെ പോത്ത് ഇതാ ഈ ടവറിൻ്റെ അടിയിലായിരുന്നു ഇത്ര നേരം നിന്ന് മെയിനുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ കൂടെ മെയിൻ ഇറങ്ങി ഇവിടെ ഇപ്പോൾ പാടത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊയ്ത്തും പൂത്തൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമുക്കിതാ പാടത്ത് ഞാൻ പറഞ്ഞില്ലേ മുമ്പൊക്കെ നമ്മുടെ ഇവിടെ പഞ്ചയുള്ള ടൈമിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പഞ്ചയൊക്കെ ഒന്ന് പൂട്ടൊക്കെ കഴിഞ്ഞ് മിക്കൂ ഇതിനപ്പുറത്ത് തോടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ലേ പൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ പാടത്ത് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഇതുപോലെ പാടത്ത് വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ പാടത്ത് പോത്തിനെയും കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ ആണ്. ശരിക്കും പോത്തിനെ നമ്മളെല്ലാം കൊണ്ടുവന്നു, പോത്ത് നമ്മളെയാണ് പാടത്തേക്ക് കൊണ്ടുവന്നത്. സംഭവം ഫുട്ബോളൊക്കെ കളിക്കില്ലേ, ഇവർ ക്രിക്കറ്റൊക്കെ കളിക്കില്ലേ, ആ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇതാ മിക്കൂസിന് ഭയങ്കര ഹാപ്പിനെസ്. ചെരുപ്പ് കൂലി വെച്ചിട്ട് ചളിയിൽ കൂടെ നടക്കണം പറഞ്ഞ് കളിക്കുകയാണ്. എപ്പോഴെങ്കിലേക്കല്ലേ അങ്ങനെ കളിക്കുകയുള്ളൂ, കളിച്ചോട്ടെ. അപ്പോൾ നമുക്ക് പോത്തിൻ്റെ അടുത്ത് പോവാം. ഞാനാണ് ഇനി അടുത്തത് ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ പോണത്. അപ്പോൾ മിക്കുനി എടുത്തിട്ട് പോത്തിൻ്റെ പുറകെ നടന്നു. ഗൈസ് അപ്പോൾ ഇവിടെ കാണാൻ എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ? ഇവിടെ പോത്തുകൾ മാത്രമല്ല, അതാ ഷൂ ഇട്ടിട്ട് നിൽക്കും. ഇതാ ഷൂ ഇട്ടിട്ട് മിക്കു പോകണ്ടതാ, അതാ ചളിയിലിറങ്ങി നിൽക്കുന്നുണ്ട്. അതാ പഞ്ചിയും പാടം അപ്പോൾ അതാ ഓടിയതാണ് കേട്ടാ. കാരണം പഞ്ച് ഇട്ടതല്ലേ, ഇപ്പോൾ നമ്മൾ അതൊന്നും നശിപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇവിടെയൊക്കെ കണ്ട നന്നായി മേയാനുള്ള പുല്ലുകളുണ്ട്. പക്ഷെ ഇവറ്റകൾ ഇവിടെ മേയാണ്ട് നേരെ അവിടെ പോയിട്ടാണ് നിൽക്കണം. അപ്പോൾ ഇവിടെ പുല്ലുണ്ട്. മിക്കൂസ് അതിൽ നടക്കണ്ട കേട്ടോ. മിക്കോ പിന്നെ വാ എടുക്കുക, അനുസരണം പിന്നെ കൂടെ പറപ്പാണ്, എടുക്കാൻ പറഞ്ഞാലും കേൾക്കില്ല. അയ്യോ കുഴി കാല് കഴുകാ. മിക്കുവിന് കാല് കഴുകാൻ വെള്ളം, അയ്യോ ശുദ്ധജലം. വാ കാല് കഴുകിത്തരാം. അപ്പോൾ നമുക്ക് കാല് കഴുകി കൊടുക്കാം കേട്ടോ. കാല് കഴുകണമെങ്കിലേ നിൽക്ക് ഡാഡ വരട്ടെ. ഇതാ നമ്മുടെ പോത്തപ്പന്മാർ മെയിൻ കണ്ട കാലിൽ ചളിയായി. ഇതൊക്കെ നമ്മൾ കഴുകിച്ചു വിട്ടു ഇവിടെ വെള്ളത്തിൽ, അതിനെ കലക്കി വിട്ടു. അപ്പോൾ നല്ല വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇതാ വീണ്ടും കാല് കഴുകിക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ പോത്തപ്പന്മാർ മെയിൻ വേണ്ട. എന്താ അപ്പവും മിക്കുവും കൂടെ കാലിൽ ചളിയായിപ്പോൾ കഴുകി കൊടുക്കാൻ കേട്ടോ. കഴുകി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, വീണ്ടും അവൻ ചളിയിൽ ഇറങ്ങും. ഇവിടെ വിട്, ഇവിടെ വേണ്ട. ആ നല്ല പച്ചക്കണ്ണോടെ പഞ്ചിയാണ്. അപ്പോൾ അവർ അങ്ങോട്ട് പോകാണ്ടിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു പഞ്ചിയൊക്കെ തിന്നണ്ട. അപ്പോൾ ഇതാ ഓടി പോകുന്നുണ്ട് അതിൻ്റെ പുറകിൽ. മിക്കൂ കുത്തും അത് പോയാൽ. പാപ്പും ഉണ്ട്. അപ്പോൾ അതാ പോത്ത് മേയിച്ച് നമ്മൾ ലാസ്റ്റ് പാടത്തെത്തി. നമുക്ക് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അതുപോലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പ്രത്യേക സുഖമാണ്, കാറ്റും നല്ല കാറ്റടിക്കുന്നുണ്ട്, നല്ല രസമാണ് കേട്ടോ. അതോ കണ്ട പശുക്കളൊക്കെ മേയുന്ന കണ്ട. പിന്നെ അതാ കാണുന്നത് കണ്ട, ആ ടവർ കാണുന്നത് കണ്ട, ഈ ടവർ കാണുന്നത് കണ്ട, ആ ടവറാണ് നമ്മുടെ പാലക്കാട് റോഡ് പോകുന്നത്, മെയിൻ റോഡ് പോകുന്നത് കേട്ടോ. നെന്മാറ പാലക്കാട് റൂട്ടാണ് ആ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അതും കാണാം. മിക്കൂസ് ഇവിടെ നോക്ക്, കലാപരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാ നമ്മുടെ പോത്തുകൂട്ടന്മാർ മേയുന്നുണ്ട്. നമുക്ക് നമ്മുടെ പോത്തപ്പന്മാരുടെ അടുത്ത് പോകാട്ടോ. കാരണം ഈ സൈഡ് ഇറക്കി കഴിഞ്ഞാൽ പഞ്ചയാണ്, അപ്പോൾ ആ സൈഡ് പോകാണ്ടിരിക്കാനാണ് അപ്പോൾ അവിടെ പോയി നിന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പോത്തുകൂട്ടന്മാർ മെയിനുണ്ട്. നടുപാടത്തിൽ പോത്തിനെയും കൊണ്ട് മേയ്ക്കാൻ വന്നപ്പോഴുള്ള നമ്മുടെ അവസ്ഥയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോസിൽ വിളിച്ചാൽ വരില്ല. നോക്ക് കാല് കഴുകി കൊടുത്താണ്, നോക്ക് അഭ്യാസം. വാ പോത്ത് ചവിട്ടിയ കുഴിയാണ്, അതിൽ ചവിട്ടല്ലേ, ചാട്. സ്വത്ത് ഡാൻ്റെ കൂടെ പോണോ? വിളിക്കട തന്നെ. അപ്പോൾ നമ്മൾ പോത്ത് മിക്കൂസും അപ്പു ഞാൻ വെള്ളം കുപ്പി കൊണ്ടാട്ടാ വന്നത്. അപ്പു എൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം വാ, മറ്റേ നമ്മുടെ ക്രിക്കറ്റ് കളിക്കാനില്ല അതിൻ്റെ താഴെ ഉണ്ട് പറഞ്ഞു. ഞാൻ പാടത്തേക്ക് വരുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. നോക്കുമ്പോൾ എന്താ പാടം ഒത്തി. ഞാൻ ഫോണാണെങ്കിൽ ചാർജ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോസ് എടുക്കണ്ടേ, ഇതൊക്കെയല്ലേ നമ്മൾ ശരിക്കും വീഡിയോസായിട്ട് എടുക്കുക. പേടിച്ച് വിറച്ച് നിൽക്കുന്ന അപ്പു പഞ്ചായം പാടത്തേക്ക് പോകുമ്പോഴാണ്. അതല്ല ടെൻഷന് വേറെ കാര്യമുണ്ട് ഗൈസ്. ഈ പോത്തുകൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗൈസ്, നമ്മൾ ഈ പോത്തുകളെയും കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവന്മാരില്ലേ ഇടയിൽ നമ്മളെ കുത്താൻ വരും, അതാണ് പേടിച്ചിട്ട് നിൽക്കുന്നത്. ചിലപ്പം അപ്പൂന് പേടിയൊന്നുമില്ല, നമ്മളേക്ക് ഇങ്ങനെ ആക്കും അതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ. മിക്കൂസിനെയും കൊണ്ടുവരുമ്പോൾ അതാണ് പേടി.
പക്ഷെ അങ്ങനെ ഇവരാരും അങ്ങനെ ചെയ്യാറില്ല. ഇതാ ഈ ഗുണ്ടൻ പോത്താ ചെയ്യാറ്. നോക്ക്, ഗുണ്ടൻ പോത്ത് ചളി കൂടെ പോകണണ്ട. ഇതാ ഒരാൾ വെള്ളം കുടിക്കണുണ്ട ഗൈസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേച്ചിൽ നടക്കും, വയറും നിറയ്ക്കും, വെള്ളവും കുടിക്കാം. അല്ല, വെള്ളവും കുടിക്കാം, മേച്ചിൽ നടക്കും, വെള്ളം കുടിക്കുക, അപ്പുറത്ത് നെയ്യുക. നിൽക്കൂ, പോത്ത് ഇടിക്കും, പോയാ ഈ വഴി വന്നോ. അപ്പോൾ നമ്മുടെ പോത്ത് കണ്ട, പോത്ത് ചളി കൂടെ നടന്നു വരും. കുത്തിക്ക് പോത്തെ നമ്മളുടെ ഗുണ്ടൻ പോത്ത് അതാ വെള്ളം കുടിക്കണം. അതാ നോക്ക് കൊമ്പ് കൊണ്ട് ഇതണ്ട. നോക്ക് ചളിയിൽ കിടന്ന് ഒഴിച്ചു. ഇവരിങ്ങനെ പോയാൽ പാലക്കാട് നെന്മാറയ്ക്ക് കയറി പോകുന്നു തോന്നുന്നു. പോത്തുകൾ ഞാൻ അവിടെ ഇരിക്കട്ടെ ഗൈസ്. പാലക്കാട് നെന്മാറ മെയിൻ റൂട്ടിലാട്ടോ. അതിൻ്റെ ആ ഭാഗത്താണ് ഗൈസ് നമ്മൾ ആ കാണുന്നത് കണ്ട. അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതാണ് കേട്ടോ റോഡ്, ആ വണ്ടി പോണത്. അവിടെ നിന്ന് എത്ര ദൂരെ നോക്കുക നമ്മൾ പാടത്ത് പോത്തിനെയും കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. കാരണം നമുക്ക് നാട്ടിൻ പുറത്തൊക്കെയാണ് ഈ പാടത്ത് വന്നിട്ട് മേയ്ക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ വന്ന് വെള്ളം കുടിക്കാതിരിക്കും, മേയ്ക്കുക, അങ്ങനെ വയറ് നിറയെ മേയുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിറയെ തുമ്പി വറക്കുന്നത്. ഞാൻ എന്താ അവിടെ ഇരുന്നു കേട്ടോ. അപ്പവും നിൽക്കും അതാ നടക്കുന്നുണ്ട്. അതാ പോത്തപ്പന്മാർ മേയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നമ്മുടെ പോത്തപ്പന്മാർ മേയുന്നത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാണ്ട് വന്നത്. പിന്നെ അപ്പു പോയി ഫോൺ എടുത്തിട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല വീഡിയോ എടുക്കാൻ പറ്റിയത്. പാടത്തൊക്കെ വന്ന് മേയ്ക്കുന്ന വീഡിയോസ് പറഞ്ഞാൽ സൂപ്പറല്ലേ. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളെ പോത്തുകളെ സെയിലാക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ പോത്ത് കൊടുത്തിട്ട് പശു മേടിക്കാനാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ പോത്തിനെ വൈകാണ്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഏത് മൃഗത്തിനെ വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ കൊടുക്കും. പിന്നെ നമ്മുടെ ഡെയിലി വ്ളോഗ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഒരുപാട്, അതായത് ഇപ്പോൾ പോത്ത് വളർത്തുമ്പോൾ നമുക്ക് ഇവരെക്കുറിച്ച് മുഴുവനായിട്ടൊന്നും അറിയില്ല. കാരണം നമ്മളും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പോത്ത് വളർത്തുന്നത്. മുമ്പ് പണ്ട് എൻ്റെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശരിക്കും ഈ 3 എണ്ണമൊക്കെ എടുത്ത് വളർത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇവരിനെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാം എന്നൊക്കെ ഞങ്ങൾ പഠിച്ച് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പോത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ നമ്മൾ കൂടുതലും ഇവർ പെട്ടെന്ന് വലുതാവാൻ ബീർ വേസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് തവിട് കൊടുക്കുന്നുണ്ട്, നെല്ല് തവിട് കൊടുത്തിട്ടുണ്ട്, പൊട്ട് കൊടുത്തിട്ടുണ്ട്, കടലപ്പിണ്ണാക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. കാരണം നമ്മൾ തുടക്കക്കാരായതുകൊണ്ട് എന്ത് കൊടുത്താലാണ് ഇവരിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബീർ വേസ്റ്റ് കൊടുത്തപ്പോഴും ഗോതമ്പ് തവിട് പിന്നെ ഇവർ വന്ന കാലം മുതൽ നമ്മൾ ഗോതമ്പ് തവിട് തന്നെ കൊടുക്കുക. അതിലൊരു മാറ്റവും നമ്മൾ വരുത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ ഗോതമ്പ് തവിട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പോത്തിനെ പതിയെ സെയിൽ ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് പശുക്കളെ വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് പശു ആണെങ്കിലും ഒരു നല്ല വരുമാന മാർഗ്ഗമല്ലേ ഗൈസ്. കൈ കടഞ്ഞപ്പോൾ മാറ്റി പിടിച്ചതാണ്. അപ്പോൾ അതാണെങ്കിലും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. അതാകുമ്പോൾ നമുക്കൊരു ഡെയിലി ഇൻകവും കൂടെ ആവും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഇക്കാലത്തൊക്കെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിന് കുറച്ചും കൂടി സെക്യൂറായിരിക്കുക. നമ്മൾ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹവും കൂടെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, മനുഷ്യന്മാരായി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമുക്കിതാ അതിൻ്റെ ഇടയിൽ നമ്മൾ പോത്തിനെയും വളർത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ നമ്മുടെ തൊഴുത്തിൽ അപ്പുവിന് പോത്ത് വളർത്തണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ തൊഴുത്തിലെ സ്ഥല സൗകര്യം അനുസരിച്ചിടയിൽ നമുക്കിപ്പോൾ പശുക്കളെ 2-3 വാങ്ങിച്ചാൽ സുഖമായി നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ പോത്തും പശുക്കളും ആയിക്കഴിഞ്ഞാൽ നിൽക്കാനുള്ള സ്പേസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പോത്തിനെ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് മേടിച്ചു, എത്ര രൂപയ്ക്ക് കൊടുത്തു, അതുപോലെ തന്നെ നമ്മൾ പശു മേടിക്കുന്നുണ്ടെങ്കിൽ ഏത് തരം പശുവാണ്, എത്ര ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്, അതിന് എത്ര രൂപ കൊടുത്താൽ മേടിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. അപ്പോൾ നമ്മളുടെ സ്ഥിരം വീഡിയോസ് നമ്മൾ ഒരു ദിവസം ഇപ്പോൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 മണിക്കും അതുപോലെ 7 മണിക്കും നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പാടത്ത് ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ നമ്മൾ പോത്തിനെ ഇങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേയ്ക്കൊന്നുമല്ല, അവർ സുഖമായി നിന്ന് മേയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവരിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ മേയാൻ സ്ഥലം ഉണ്ടെങ്കിൽ സുഖമായി മേയും, എവിടേക്ക് ഓടിയാലും മേഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം അപ്പോൾ ഇതാ ഇവിടെ അവർക്ക് തിന്നാൻ പറ്റിയിട്ടുള്ള മറ്റേ കുളത്തിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു ഇതില്ലേ, ഏത് മിക്കോ പാപ്പുണ്ട്, വാ ഞങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ മേഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ.
വാ. അതുപോലെ തന്നെ ഇതാ പോത്തുകൾ അവിടെ മീനുണ്ട്. അവർക്ക് കുടിക്കാനുള്ള നല്ല ശുദ്ധ ജലവും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പോത്തപ്പന്മാർ മീനുണ്ട് ഗൈസ്. അപ്പോൾ ഇതാ നമ്മുടെ പോത്തപ്പന്മാർ മീഞ്ഞ് എന്താ അവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മേച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ്. അവർ നടക്കാൻ തുടങ്ങി. അവർ നടക്കണത് അവിടെ കണ്ട നന്നായി പൂന്തിയിട്ട്, കാരണം ഫുൾ ചളിയാണ്. അതാ അടുത്ത ആൾ ഇതാ പോകും. അയ്യോ പോത്ത് നടക്കണം നോക്ക് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.